നമസ്കാരം. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ DNA ഫലം പ്രസിദ്ധീകരിക്കുന്നത് നിർണായകമാകും. മൃതദേഹം തിരിച്ചറിയുന്നതിനൊപ്പം കാണാതായവരുടെ പട്ടിക പുതുക്കാനാകും എന്നാണ് പ്രതീക്ഷ. മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 401 DNA പരിശോധനകൾ നടത്തിക്കഴിഞ്ഞു. ഇതിൽ 349 ശരീരഭാഗങ്ങൾ 248 പേരുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞു. 121 പുരുഷന്മാരും 127 സ്ത്രീകളെയുമാണ് തിരിച്ചറിഞ്ഞത്. 437 ശരീരഭാഗങ്ങൾ ആണ് ഇതുവരെ കണ്ടെത്തിയത്. കൂടുതൽ ജീർണിച്ച ശരീരഭാഗങ്ങളുടെ DNA ഫലം അറിയാൻ ഇനിയും വൈകും. ബന്ധുക്കളുടെ DNAയുമായി ഒത്തുനോക്കി ആളെ തിരിച്ചറിയലാണ് അടുത്ത ഘട്ടം. 119 രക്തസാമ്പിളുകൾ ആണ് ഇതിനായി ശേഖരിച്ചിട്ടുള്ളത്. ഈ ഫലം കൂടി കിട്ടിയാൽ മരിച്ചവരുടെ എണ്ണത്തിലും ഇവരുടെ വിവരങ്ങളിലും വ്യക്തത വരും. സർക്കാർ കണക്കിൽ ഇതുവരെ 231 മരണമാണ് സ്ഥിരീകരിച്ചത്. 128 പേരെ കാണാതായിട്ടുണ്ട്. അതേസമയം വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്നതിനുള്ള നടപടികൾ ഇന്നത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. കേന്ദ്രത്തിന് നൽകേണ്ട വിവരങ്ങൾ അതിവേഗം തയ്യാറാക്കാനുള്ള നടപടികളും സ്വീകരിക്കും. നേരത്തെ സംസ്ഥാന സർക്കാർ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ദുരന്തത്തിന് ഇരയായവരെ വാടക വീടുകളിലേക്ക് മാറ്റുന്നതിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. വാടക വീടുകൾ കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മരിച്ചവരുടെയും നഷ്ടപ്പെട്ട സ്വത്തിൻ്റെയും അവകാശികളാരെന്ന് ഉറപ്പാക്കാനുള്ള നിയമപ്രശ്നത്തിനും ഉടൻ പരിഹാരം കണ്ടെത്തും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന കഴിഞ്ഞ ദിവസം 110 കോടി കവിഞ്ഞിരുന്നു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിത ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറുന്ന കുടുംബങ്ങൾക്ക് മാസം 6000 രൂപ വരെ സംസ്ഥാന സർക്കാർ വാടകയായി അനുവദിക്കും. ബന്ധുവീടുകളിലേക്ക് മാറുന്ന കുടുംബങ്ങൾക്കും ഇതേ തുക നൽകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക ലഭ്യമാക്കുക. സർക്കാർ ഉടമസ്ഥതയിലോ പൊതു ഉടമസ്ഥതയിലോ സ്വകാര്യ വ്യക്തികൾ സൗജന്യമായോ വിട്ടു നൽകുന്ന ഇടങ്ങളിലേക്ക് മാറുന്നവർക്കും മുഴുവനായി സ്പോൺസർഷിപ്പ് വഴി താമസ സൗകര്യം ഒരുക്കുന്ന കെട്ടിടങ്ങളിലേക്ക് മാറുന്നവർക്കും ഈ സഹായമുണ്ടാകില്ല. ഭാഗികമായി സ്പോൺസർഷിപ്പ് നൽകുന്ന സംഭവങ്ങളിൽ ശേഷിക്കുന്ന തുക, അതായത് പരമാവധി 6000 രൂപ വരെ മാസവാടകയായി നൽകും. ദുരിതബാധിതരായ എല്ലാ കുടുംബങ്ങൾക്കും അടിയന്തര ധനസഹായമായി 10000 രൂപ അനുവദിക്കാൻ നേരത്തെ തീരുമാനമായിരുന്നു. ജീവനോപാധികൾ നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ 2 പേർക്ക് ദിവസം 300 രൂപ വീതവും കിടപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങളിൽ 3 പേർക്കും ദിവസം 300 രൂപ വീതം ഒരു മാസത്തേക്ക് നൽകാനും തീരുമാനമായിരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള സർക്കാർ ധനസഹായത്തിൻ്റെ വിതരണം തുടങ്ങിയതായി മന്ത്രിസഭ ഉപസമിതി അറിയിച്ചു. ദുരന്തം നേരിട്ട് ബാധിച്ച കുടുംബങ്ങൾക്കുള്ള 10000 രൂപയുടെ സഹായമാണ് ഇന്നലെ നൽകി തുടങ്ങിയത്. ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പണം നൽകുന്നത് എന്ന് മന്ത്രി കെ രാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി പ്രഖ്യാപിച്ച 10000 രൂപ നേരത്തെ മുതൽ നൽകുന്നുണ്ട്. ഇപ്പോൾ വിതരണം ആരംഭിച്ച സഹായമാണ് അക്കൗണ്ടിൽ നൽകുക. പാസ്ബുക്ക് നഷ്ടപ്പെടുകയും അക്കൗണ്ട് നമ്പർ ഓർമ്മയില്ലാതിരിക്കുകയും ചെയ്യുന്നവർ ഏത് ബാങ്കിലാണ് അക്കൗണ്ട് എന്നറിയിച്ചാൽ അത് കണ്ടെത്തി പണം നിക്ഷേപിക്കും. ഏത് ബാങ്കിലാണ് അക്കൗണ്ടെന്നും ഓർമ്മയില്ലെങ്കിൽ വിലാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകളിൽ പരിശോധന നടത്തി അക്കൗണ്ട് കണ്ടെത്തും. സീറോ ബാലൻസിൽ പുതിയ അക്കൗണ്ട് എടുക്കാനും സാഹചര്യമുണ്ട്. കുടുംബത്തിലെ 2 പേർക്ക് 30 ദിവസം 300 രൂപ വീതം നൽകാനുള്ള തീരുമാനം താൽക്കാലിക പുനരധിവാസത്തിന് ശേഷമായിരിക്കും നടപ്പിലാക്കുക. ക്യാമ്പുകളിൽ നിന്ന് മടങ്ങിയവർ ജോലി ഇല്ലാതിരിക്കുമ്പോൾ ജീവിത ചെലവിനായിട്ടാണ് ഈ തുക. കുടുംബത്തിൽ ദീർഘകാലമായി ചികിത്സയിലുള്ളവരോ കിടപ്പ് രോഗികളോ ഉണ്ടെങ്കിൽ അവർക്കും ഈ സഹായം ലഭിക്കും.